ഇടുക്കി കല്ലാർ ബൈപ്പാസ് റോഡിൽ ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ച് നിർമ്മാണം നടത്തിയ കലുങ്കുകൾക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം. ഒരു കലുങ്കിന് പ്രദേശവാസികൾ മണ്ണിട്ട് താൽക്കാലികമായി അപ്രോച്ച് റോഡ് ഒരുക്കി. മറ്റൊരു കലുങ്ക് റോഡിൽ യാത്രാ തടസ്സം തുടരുകയാണ്. പള്ളിവാസൽ പഞ്ചായത്തിലെ 1-ാം വാർഡിലൂടെയാണ് കല്ലാർ മാങ്കുളം റോഡിൽ നിന്ന് ആരംഭിച്ച് പീച്ചാട് കുരങ്ങാട്ടി റോഡുമായി സംഗമിക്കുന്ന ബൈപ്പാസ് റോഡ് കടന്നുപോകുന്നത്. വെങ്കായപ്പാറ ആദിവാസി മേഖലയിലെ ആളുകളും മറ്റു പരിസരവാസികളുമായ ആളുകളുമൊക്കെ യാത്രയ്ക്കായി ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്ത് ഈ റോഡിൽ 2 കലുങ്കുകൾ നിർമ്മിച്ചു. ഈ കലുങ്കുകൾക്ക് അപ്രോച്ച് റോഡുകൾ കൂടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ മുടക്കി ഇതുപോലെ തന്നെ മറ്റൊരു കലുങ്ക് 2 കലുങ്കുകൾ ഏകദേശം 8 മാസത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുകയോ ഇതിനെ ഒരു അപ്രോച്ച് റോഡ് സാധ്യമാക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കാൽനടക്കാർക്ക് പോലും ഇതിലെ നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ്. അടുത്ത ഒരു 1-2 മാസം ഇവിടെ മഴക്കാലം വന്നാൽ ഈ കലുങ്കിൻ്റെ അടിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുകയും ഇതിലെ നിലവിലിപ്പോൾ നടക്കുന്ന ഈ ചെറിയ പാത, ചെറിയ ഒരു കാൽനടയ്ക്ക് ഉള്ള ഒരു വഴി, അതുപോലും വെള്ളം നിറഞ്ഞ് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഒരു കലുങ്കിന് പ്രദേശവാസികൾ മണ്ണിട്ട് താൽക്കാലികമായി അപ്രോച്ച് റോഡ് ഒരുക്കി. മറ്റൊരു കലുങ്ക് റോഡിൽ യാത്രാ തടസ്സം തീർത്ത് സ്ഥിതി ചെയ്യുന്നു. കലുങ്ക് നിർമ്മിച്ച ഭാഗത്ത് വെള്ളക്കെട്ടുള്ള ഇടമാണ്. വേനൽക്കാലമായതിനാൽ ആളുകൾ ഇപ്പോൾ കലുങ്കിന് സമീപത്ത് കൂടി വഴിമാറിയാണ് നടക്കുന്നത്. എന്നാൽ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവുകയും യാത്ര പ്രതിസന്ധിയിലാവുകയും ചെയ്യും. യാത്ര കുറഞ്ഞതോടെ മൺപാത പലയിടത്തും കാടുമൂടി തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിക്കും മുമ്പ് അപ്രോച്ച് റോഡുകൾ കൂടി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.